ഈസയ്ക്കാക്ക് നമുക്ക് ഇതിനൊരു സമ്മാനം കൊടുക്കണം. എൻ്റെ അറിവിൽ ഈസയ്ക്കാക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അടുത്ത ഗാനമാണ്. അതിനൊരു കാരണമുണ്ട്. ഈസക്കായുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക സുശീലാമ്മയല്ല, ജാനകി അമ്മയല്ല, മാധുരി അമ്മയല്ല, ചിത്ര ചേച്ചിയല്ല. ഈസക്കായുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക വാണിയമ്മയാണ്, വാണി ജയറാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമുക്ക് വാണിയമ്മയുടെ ഒരു പാട്ട് തന്നെ ഈസക്കാക്കി കൊടുക്കാം. ഓക്കെ, അടുത്ത ഗാനം വാണിയമ്മയുടെ പാട്ടാണ്. പക്ഷേ അത് ഒരു വെരി 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 സ്പെഷ്യൽ സംഗീത സംവിധായകനുള്ള സ്മരണാഞ്ജലിയാണ്. 1960 സീത എന്ന സിനിമയ്ക്ക് വേണ്ടി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അസിസ്റ്റൻ്റായി ആദ്യമായി മലയാളത്തിലേക്ക് വന്ന് പിന്നീട് ദേവരാജൻ മാസ്റ്ററുടെയും ബാബുക്കയുടെയും അർജുനൻ മാസ്റ്ററുടെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും മ്യൂസിക് കണ്ടക്ടറായി, മ്യൂസിക് അറേഞ്ചറായി, ഓർക്കസ്ട്രേറ്ററായി, സഹസംവിധായകനായി നിറഞ്ഞു നിന്ന 60കളിലും 77 വരെ നിറഞ്ഞു നിന്ന ഒരു സംഗീതജ്ഞൻ RK ശേഖർ. അദ്ദേഹത്തെ പലരും AR റഹ്മാൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തും. അതിൻ്റെ ആവശ്യം വാസ്തവത്തിലില്ല. 60കളിലും 77 വരെ മലയാളത്തിൽ സ്വന്തമായ ഒരു മേൽവിലാസം, സ്വന്തമായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരു സംഗീതജ്ഞൻ തന്നെയാണ് RK ശേഖർ. അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേറ്ററും മ്യൂസിക് കണ്ടക്ടറുമായിട്ടുള്ള തിരക്കുകൾ കാരണം കൊണ്ട് സ്വതന്ത്ര സംഗീത സംവിധായകനായി അദ്ദേഹം അധികം പാട്ടുകൾ നൽകിയിട്ടില്ല. പക്ഷേ ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. വയലാർ അദ്ദേഹത്തിന് വേണ്ടി 46 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പഴയ പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി എന്ന ഗാനം വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ അദ്ദേഹം ഈണങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് 6 അടി മണ്ണിൻ്റെ ജന്മി എന്ന സിനിമയിലെ ഗാനം. അതുപോലെ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസനുൽ ജമാൽ എന്ന പ്രശസ്തമായ കൃതിയിലെ പൂമകളാണേ ഹുസനുൽ ജമാൽ എന്ന ഗാനം ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി ഈണങ്ങൾ നൽകിയത് RK ശേഖറായിരുന്നു. 1964 ആയിഷ എന്ന സിനിമയ്ക്ക് വേണ്ടി 12 പാട്ടുകളാണ് RK ശേഖർ ചെയ്തത്. അതിൽ 10 പാട്ടുകൾക്ക് വരികൾ എഴുതിയത് വയലാറായിരുന്നു. 2 പാട്ടുകൾക്ക് അവർ മോയിൻകുട്ടി വൈദ്യരുടെ വരികൾ എടുത്തു. അതിൽ ഒരു പാട്ട് പൂമകളാണേ ഹുസനുൽ ജമാൽ എന്ന പ്രശസ്തമായ ഗാനമായിരുന്നു. അതായത് നമ്മൾ കേട്ടിട്ടുള്ള പൂമകളാണേ ഹുസനുൽ ജമാലിൻ്റെ ആ മനോഹരമായ ഈണങ്ങൾ RK ശേഖർ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ RK ശേഖർ ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ ആദ്യമായി കീബോർഡ് കൊണ്ടുവന്നത് RK ശേഖറും KJ ജോയിയുമായിരുന്നു. ചരിത്രം അടയാളപ്പെടുത്താത്ത മാന്ത്രിക വിരലുകളാണ് RK ശേഖറിൻ്റേത്. അത് പക്ഷേ അടയാളപ്പെടുത്തിയത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനിലൂടെ ആയിരിക്കാം. 1976 അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ വർഷം യുദ്ധഭൂമി എന്ന സിനിമയ്ക്ക് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികളിൽ അദ്ദേഹം നൽകിയിട്ടുള്ളൊരു പാട്ടുണ്ട്. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാം അന്തരീക്ഷം. ആ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത് നമ്മുടെ ആതിര കഴിഞ്ഞ വർഷവും നമുക്ക് വേണ്ടി ഒരേ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. പക്ഷേ ആ പാട്ട്, ഒരു പാട്ട് മതി. കഴിഞ്ഞ വർഷം രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ട് ആദ്യമായി സ്മരണാഞ്ജലി വേദിയിൽ പാടിയത് ആതിരയാണ്. അതുപോലെ ചിത്ര ചേച്ചിയുടെ പാട്ട് കൂടെ ആദ്യമായി സ്മരണാഞ്ജലി വേദിയിൽ പാടിയത് ആതിരയായിരുന്നു. ആതിര HMCയിൽ വർക്ക് ചെയ്യുന്നു, ഫുഡ് ക്വാളിറ്റി കൺട്രോളറാണ്. ഓവർ ടു യു ആതിര.